ശ്രീ ജയചന്ദ്രൻ, ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നിയമസഭയിൽ പിന്നെ ചർച്ചയല്ലാതെ വേറെന്താണ് എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഇന്ന് പ്രതിപക്ഷം തീർത്തു തന്നിട്ടുണ്ട്. ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇന്ന് പ്രതിപക്ഷം ചെയ്തതുപോലെ ഡയസിൽ തള്ളിക്കയറുക, നിരന്തരം സ്പീക്കറുടെ മുഖം ഈ ബാനർ കൊണ്ടും മറയ്ക്കുക, അങ്ങനെ ഡയസിൽ സ്പീക്കറുടെ അടുത്തേക്ക് കാലുമൊക്കെ ഉയർത്തി പൊക്കി കയറി വാചാൻവാടുമായി മൽപ്പിടുത്തം നടത്തുന്നതാണോ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചർച്ചയുടെ ഘട്ടം? നിയമസഭയുടെ ഒരു അടുത്ത ഘട്ടം അതാണ് എന്ന നിലയിൽ ധരിക്കുന്ന പ്രതിപക്ഷത്തെയാണോ കാണേണ്ടത്? ഈ വിഷയത്തിൽ സഭയ്ക്കകത്തെ ചർച്ചയിലൂടെയല്ലേ ഭരണ പ്രതിപക്ഷ നിലപാടുകൾ വ്യക്തതയോടെ അവതരിപ്പിക്കും? പ്രതിപക്ഷത്തിന് എന്താണ് ഇതിനകത്തെ കൃത്യമായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസരമല്ലേ? അത് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ പ്രതിപക്ഷം കരുതിയത് ഇതാണോ? ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പെരുമാറി സഭ സ്തംഭിപ്പിച്ച് നേരത്തെ പിരിയുക എന്നുള്ളതാണോ പ്രതിപക്ഷത്തിൻ്റെ മനസ്സിലിരിപ്പ്? അതാണോ എന്ന് തോന്നിയത് കണ്ടപ്പോൾ ശ്രീ ജയചന്ദ്രൻ? പാർലമെൻ്ററി രംഗത്തേക്ക് പ്രവർത്തിക്കാനാണല്ലോ ഈ UDF-ൻ്റെ MLA-മാരെയും ജനം തെരഞ്ഞെടുത്ത് പ്രതിപക്ഷത്തേക്ക് നിയമസഭയിലേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷെ അൺപാർലമെൻ്ററിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ദൗത്യം എന്ന് നിരന്തരം തെളിയിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതിനു മുമ്പ് സഭ ചേർന്ന അന്നായിരുന്നല്ലോ, ഈ സെഷന് മുമ്പുള്ള സെഷൻ, അന്ന് പിന്നെ ഞങ്ങൾ SIT അംഗീകരിക്കില്ല, CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് തുടർച്ചയായി സഭ സ്തംഭിപ്പിക്കുന്ന പ്രതിപക്ഷത്തെയാണ് കണ്ടതെങ്കിൽ ഈ സെഷനിൽ വന്നിട്ട് പിന്നെ SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള ഈ വളരെ അസംബന്ധം നിറഞ്ഞ പ്രസ്താവനകൾ നിരന്തരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിയിലിറങ്ങി പറയുക, അകത്ത് ഈ തരത്തിലുള്ള അൺപാർലമെൻ്ററിയായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം പെരുമാറുന്നത്. ഇദ്ദേഹം പറഞ്ഞ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പദപ്രയോഗം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ മുൻപുണ്ടായിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ പ്രതിപക്ഷത്തെ പോലെ ആയിരിക്കില്ല എൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലുള്ള പ്രവർത്തനം, അത് എന്താണ്, സർഗാത്മക പ്രതിപക്ഷമായിരിക്കും, ക്രിയേറ്റീവ് ഓപ്പോസിഷൻ എന്നാണ് പ്രയോഗിച്ച പദം. സർഗാത്മക പ്രതിപക്ഷമായിരിക്കും. എത്രത്തോളം മഹത്തായ സർഗാത്മകതയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അന്തം വിട്ടു പോകും സ്ഥലത്തെ. ഇതാണോ ഇവരുടെ സർഗാത്മകതയെങ്കിൽ പിന്നെ ഈ പറയാൻ പിന്നെ നമ്മുടെ റോണിക്ക ബേബി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഒരു വാക്യമുണ്ടല്ലോ സാർ, ഏലി ഏലി ലമ്മാ സബക്താനി എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് പ്രതിപക്ഷം ഒന്നാകെ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അത് കാര്യം എത്രത്തോളം അസംബന്ധ ജടിലമായ നിലപാടുകളാണ് ഇവരെടുക്കുന്നത്. ഇവർക്ക് സബ്മിഷൻ പ്രമേയം കൊണ്ടുവരാം, പിന്നെ സബ്മിഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സബ്മിഷനായിട്ട് അടിയന്തര പ്രമേയമായിട്ട് തന്നെ റൂൾ 50 അനുസരിച്ചുള്ള കൊണ്ടുവരാം. എത്രയൊക്കെ മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി അൺപാർലമെൻ്ററി ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കൂ എന്ന് തന്നെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ മനസ്സിലാക്കേണ്ട അർത്ഥം. അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല കേരളത്തിൽ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ മുമ്പിൽ പിന്നെ ഉള്ള അജണ്ട എന്താണെന്നുള്ളത് ഏവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഇതിങ്ങനെ അകത്തലമ്പുണ്ടാക്കി പിന്നെ സ്പീക്കറെ കൊണ്ടെന്തെങ്കിലും നടപടി എടുപ്പിച്ച് ഒരു സസ്പെൻഷനോ വല്ലതും തരപ്പെടുത്തി കിട്ടിയാൽ അതിൻ്റെ പേരിൽ ബാക്കിയുള്ള ദിവസം കൂടെ നീണ്ടുകൊണ്ട് പോകാം. ഇപ്പോൾ വ്യാഴാഴ്ച ഇനി സഭ നിർത്തുമല്ലോ, പിന്നീട് 22-ാം തീയതി സഭ സമ്മേളിക്കൂ. അപ്പോൾ ഈ വ്യാഴാഴ്ച വരെയുള്ള ഇനിയിപ്പോൾ 2 ദിവസമല്ലോ, മറ്റന്നാൾ വരെ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി പ്രയോഗിച്ച പദമുണ്ടല്ലോ സ്ഥലത്തെ, ഇത് നമ്മുടെ ടൈറ്റിൽ കോപ്രായം, അത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നിന്നാൽ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നതോടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നതെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം? സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം. എന്ത് സർഗാത്മകതയാണ്? അൺപാർലമെൻ്ററി ആയിട്ടുള്ള സർഗാത്മകത. അതിൻ്റെ സർഗാത്മകതയാണ് കാണുന്നത്. ഈ പിന്നെ മറ്റൊരു കാര്യം സ്ഥലത്ത് പറയാതെ പോകാൻ കഴിയില്ല. ഇവിടെ കോടതി പറഞ്ഞു എന്ന് ഇദ്ദേഹത്തെ പോലെ വളരെ ഒരു കാര്യം ചെയ്യാം ശ്രീ ജയചന്ദ്രൻ സോറി, ഞാൻ അധ്യാപകനായ ഒരു നിമിഷം, അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാനും ഇടയ്ക്ക് പറയാൻ ശ്രമിച്ചത് അതാണ്. നിയമസഭയ്ക്കകത്ത് ചർച്ചയുടെ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം, അലമ്പുണ്ടാക്കാം, സഭ പിരിയിക്കാം. പക്ഷേ നമ്മുടെ ഈ ചർച്ചകളിൽ നമുക്ക് സാധ്യമാകും വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാമല്ലോ, അവിടെയെങ്കിലും അത് ഉണ്ടാകണമല്ലോ. ഏതായാലും
അങ്ങനെ സഭ ബഹിഷ്കരിച്ച പോലെ ഈ ചർച്ചയിൽ നിന്ന് റോണി കെ ബേബി ഏതായാലും ബഹിഷ്കരിച്ചു പോകുന്നില്ല. അദ്ദേഹം ഈ ചർച്ചയിൽ നിലപാട് പറയാനുണ്ടല്ലോ. ഞാനത് പറയാൻ കാര്യം നമുക്ക് എടുക്കാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഒരു ഒറ്റ കാര്യം ചോദിക്കാനുണ്ട്. അദ്ദേഹം അത് പറയുമല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജനുവരി മാസം 19-ാം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയ ഇടക്കാല ഉത്തരവിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ച് 19/1/2025 ആ ഉത്തരവിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്. സർ, ഞാൻ അതാ പറഞ്ഞത്. ഒരു നിമിഷം താങ്കളുടെ അടുത്ത ഊഴത്തിൽ വരുമ്പോൾ അതിലേക്ക് വരാം. ഞാനത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പോകാൻ തന്നെയാണ് ശ്രീ ജയചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്. അതിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കോടതി ഇപ്പോൾ റോണിയും പറഞ്ഞു, കോടതി വിമർശിച്ചു സർക്കാരിനെയും എന്ന മട്ടിൽ പറയുന്നു. സഭയ്ക്കകത്ത് അങ്ങനെ ഒരു വലിയ സാധ്യതയും ആയുധവും പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ പിന്നെ അവരതെല്ലാം വെച്ച് ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ഒരു ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നോ? അവർ മറുപടി പറയാൻ ശ്രമിച്ചോ? ഇന്നത്തെ കാര്യമാണ് കേട്ടോ. അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ ഖണ്ഡിച്ചോ? ഇത്രയും ആകാംക്ഷ ഇന്നത്തെ സഭയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. കാരണം അപ്പുറത്ത് അൻവർ സാദത്തും മാത്യു കുഴൽനാടനും ഒക്കെ ഡയസ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു.